അസ്സലാമു നമുക്കിന്ന് ചെമ്മീൻ വെച്ചിട്ട് ഒരു ഇലയുടെ എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനിൽ നിന്നും അല്പം മിക്സിയിലിട്ട് പൊടിച്ച് നമുക്കിതിന് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ചെമ്മീൻ്റെ ഒരു ഫ്ലേവർ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. നന്നായി മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച എണ്ണയിലിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത 2 തക്കാളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില ചേർത്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി അട പരത്താനുള്ള ഇല ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇലയിൽ വെച്ച് നമുക്ക് അരി ഒന്ന് പരത്തിയെടുക്കണം. ഞാൻ ഇവിടെ ഗ്രൈൻഡറിൽ നിന്ന് അരച്ച അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് പത്തിരിപ്പൊടി ഉപയോഗിച്ചിട്ടും ഇങ്ങനെ ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് അട രൂപത്തിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള അടയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ചെറിയ കുഞ്ഞ അടയാണ് ഇഷ്ടമെങ്കിൽ ഇത് ചെറുതായിട്ട് പരത്തിയെടുക്കാം.
ഇനി നമുക്കിത് ആവിയിൽ വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഇലയട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.